ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. SSLC +1 +2 വിദ്യാർത്ഥികൾ, അതും മോഡൽ പരീക്ഷ എഴുതി കഴിഞ്ഞ് പബ്ലിക് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ മോഡൽ എക്സാം കഴിയുന്ന, ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളോടാണ് സാവധാനം ഇരുന്ന് ഈ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടും. എന്താണ്, നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്, ചില വിഷയങ്ങളൊക്കെ മോഡൽ കടുപ്പിച്ചു, ചില വിഷയങ്ങൾ മോഡൽ വളരെ ഈസി ആക്കി. ഇത് പബ്ലിക് എക്സാമിനെ എങ്ങനെ സ്വാധീനിക്കും, അല്ലെങ്കിൽ പബ്ലിക് എക്സാം അതനുസരിച്ച് ടഫാക്കുമോ ഈസി ആക്കുമോ എന്നൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ ക്ലാസ് ഗ്രൂപ്പിലും വിദ്യാർത്ഥികൾ അധ്യാപകരോട് അടക്കം ചോദിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു വിശദീകരണമാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. SSLC ആയിക്കോട്ടെ, +1 +2 ആയിക്കോട്ടെ, SSLCയുടെ പരീക്ഷാ ഭവൻ, +1 +2 അതിൻ്റെ DHSE ആ ഒരു വകുപ്പ്. അപ്പോൾ ഇവരെല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് മിനിമമാണ് ഞാൻ പറയുന്നത് 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വേണ്ടി തയ്യാറാക്കുന്ന ആ ഒരു സമിതി പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഈ 4 സെറ്റ് എന്തിനൊക്കെയാണ്, എങ്ങനെയായിരിക്കും അതിൻ്റെ കടുപ്പം? ഈ 4 സെറ്റും ഓൾറെഡി ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള, ഇപ്പോൾ SSLCയുടെ ആണെങ്കിൽ മാറിയ ചോദ്യപേപ്പർ ഘടനയിൽ സമഗ്ര ഇറക്കിയിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെയായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ ദെൻ +1 +2 ആണെങ്കിൽ ഇതിനു മുമ്പ് വരെ ഫോളോ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഏറ്റവും പുതിയ ചോദ്യപേപ്പർ മാതൃകയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. ഇതെല്ലാം ഇത്രയധികം കടുപ്പമുള്ള ക്വസ്റ്റ്യൻസ്, ഇത്രയധികം ഈസിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ തരത്തിലുള്ള കുട്ടികൾക്കും എഴുതാൻ പറ്റുന്ന തരത്തിലാണ് അവരെന്ത് ചെയ്യുന്നിരിക്കുന്നത്, സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഓപ്ഷനിൽ ഇങ്ങനെയാണ് ഓരോ പാറ്റേൺ, ഇത്ര സെക്ഷൻസ് ഉണ്ട്, അതെല്ലാം സെയിമും ആയിരിക്കും 4 ക്വസ്റ്റ്യൻ പേപ്പറിലും. ഈ 4 ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റുകളിൽ ഒന്നാണ് നിങ്ങൾ ഇപ്പോൾ എഴുതി കഴിഞ്ഞിരിക്കുന്ന മോഡൽ എക്സാമിന്റെ പേപ്പർ. ഇനി ഒന്ന് എപ്പോഴാണ് നിങ്ങൾ കാണുന്നത്? അതെ, ഇതേ രീതിയിലുള്ള ഏകദേശം ഇതേ ടഫ്നെസ്സോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഈസിയോ കൂടുതൽ ടഫോ ആയിട്ടുള്ള ഒരു ചോദ്യപേപ്പർ തന്നെയായിരിക്കും എന്തിലേക്ക് വരുന്നത്, നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വരുന്നത്. ഇനി മറ്റൊരു ചോദ്യപേപ്പർ നിങ്ങളുടെ CA പോലുള്ള, അതായത് തോൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീടുള്ള അവസരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. അവസാനത്തെ ഒരു സെറ്റ് ഇൻകേസ് എന്തെങ്കിലും തരത്തിലുള്ള എമർജൻസിയിൽ പരീക്ഷകൾ റദ്ദാക്കേണ്ടതായിട്ടോ തടസ്സങ്ങളോ വന്നു കഴിഞ്ഞാൽ പകരം പരീക്ഷ നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, 4 ചോദ്യപേപ്പറും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. അതായത് നിങ്ങൾ മോഡൽ എക്സാമിന് നല്ല മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വിദ്യാർത്ഥിക്ക് പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് മേടിക്കാൻ പറ്റും, വളരെയധികം കുറയില്ല. അതുപോലെ തിരിച്ചും. ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ ഒരു മോഡൽ എക്സാം നിങ്ങൾ ഭയങ്കരമായിട്ട് ഈസി ആയി എന്ന് കരുതി പബ്ലിക് എക്സാം ഭയങ്കര ടഫാകുമോ അല്ലെങ്കിൽ തിരിച്ച് സംഭവിക്കുമോ എന്ന് പറയുന്ന ആശങ്കയോ വേണ്ട. ഏകദേശം രണ്ടിൻ്റെയും ടഫ്നെസ് ലെവൽ അല്ലെങ്കിൽ ഈസി ലെവൽ എന്ന് പറയുന്നത് ഒരുപോലെയൊക്കെ തന്നെ ആയിരിക്കും. ചില വർഷങ്ങളിലെ പല സാഹചര്യവും കണക്കിലെടുത്താണ് വിദ്യാർത്ഥികളെ ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ ഇപ്പോൾ എഴുതിയ കണ്ട മോഡൽ എക്സാമിൻ്റെ ഏകദേശം ഒരു തനി പകർപ്പോ അല്ലെങ്കിൽ ഏകദേശം വലിയ വേരിയേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. മോഡൽ എക്സാമിന് നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ സബ്ജക്റ്റ് എങ്ങനെ അനുഭവപ്പെട്ടോ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം. സോ സംശയങ്ങൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർന്നു. ബൈ.